നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സോഷ്യൽ മീഡിയയിൽ വളരെ എഫക്റ്റീവായി എഴുതുന്ന, എല്ലാവരും കാതോർത്തിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ശക്തികുമാറാണ്. ചേട്ടാ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പേര് ശശി തരൂരിൻ്റെയാണ്. ശശി തരൂർ രാജ്യത്തോടൊപ്പം നിന്നപ്പോൾ ശശി തരൂർ BJPയിലേക്ക് പോകുന്നു, സംഖ്യയാണ്. ശശി തരൂരിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഡെലിഗേഷൻ ലിസ്റ്റിൽ പോലും, കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ പോലും ഒരു പേര് പോലും വെക്കാതെ ശശി തരൂരിനെ തഴയുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ഇപ്പോൾ ശശി തരൂരിനെ കഴിഞ്ഞ ദിവസം മാധ്യമം ചാനൽ വിശേഷിപ്പിച്ചത് അപസ്മാര ദേശീയവാദി എന്നാണ്. ഈ ദേശീയവാദം പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ട് ശശി തരൂരിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും? ദേശീയവാദത്തിന് എപ്പോഴും പല പല മാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ദേശീയവാദികളെന്ന് വിളിക്കുന്നുണ്ട്, ദേശവിരുദ്ധരവരെ ജിങ്കോയിസ്റ്റുകൾ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ പുതിയ ടേമാണ് നമ്മൾ കേൾക്കുന്ന അപസ്മാര ദേശീയവാദികളെന്ന്. അപ്പോൾ എന്തായിരുന്നാലും ദേശീയവാദം നല്ലത് തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത് മാത്രമല്ല, ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയവാദം ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിനെ തന്നെ അത് അപകടത്തിലാക്കുമോ അതോ ഒരു കോൺഗ്രസിന് നവോത്ഥാനത്തിൻ്റെ പാത വെട്ടിത്തുറക്കുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം കോൺഗ്രസിന് എക്കാലമുണ്ട് കോൺഗ്രസിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം വ്യക്തമായ നേതൃത്വ നിര ഇല്ലാത്തതാണ്. കാരണം കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബാറ്റൺ കൈമാറി രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ ഇപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധി വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് വളരെ ശക്തനായിട്ടുള്ളൊരു നേതാവ് ഉയർന്നു വരികയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ ദേശീയവാദ കൺസെപ്റ്റിൽ നിന്ന്, രാജ്യം എന്ന കൺസെപ്റ്റിൽ നിന്ന് തന്നെ കോൺഗ്രസ് പിന്നോക്കം പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾ ഈ ദേശത്തെ സംബന്ധിക്കുന്ന എല്ലാം BJPയുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് നോക്കേണ്ടത്. ഞങ്ങൾ അതിന് എതിരാണ്. അതായത് BJPയെ ദേശീയവാദം പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇത് എതിരാണെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യവും രാഷ്ട്രീയത്തോടുള്ള ഒരാളല്ല. കുടുംബാധിപത്യം കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ അകപ്പെട്ടു പോയ ഒരാളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അപ്പോഴും ശശി തരൂരിനെ പോലുള്ള നല്ല നേതാക്കളെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമല്ലേ? നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ മെറിറ്റ് അങ്ങനെ ഞാൻ തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയോ തട്ടിച്ച് നോക്കുമ്പോൾ അദ്ദേഹം വളരെ കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയും, അതായത് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയുടെ മേലെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഒപ്പം പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓരോ സംഘടനയ്ക്കും ഒരു കോർ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ ഒരു കോർ വാല്യൂ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുമ്പോൾ വർഗസമരം, തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ ദേശീയതയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ദേശീയത മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല. രാഹുൽ ഗാന്ധി വെട്ടുന്ന വെട്ട് അതിൻ്റെ കടക്കലാണ്, തായ്വേലിട്ടാണ് വെട്ട്. അതായത് ദേശീയതയാണ് വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു തെറ്റാണോ അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മയാണോ? അറിവില്ലായ്മയെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് ഉപദേശിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു തെറ്റായ ദിശയിലേക്ക് ഒരു നയിക്കപ്പെടുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം മല്ലികാർജുൻ ഖാർഗെ പോലെ ഒരാൾ വരുമ്പോൾ, മുതിർന്നൊരു നേതാവാണ്, നമ്മൾ കുറച്ചൊക്കെ മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മല്ലികാർജുൻ ഖാർഗെയും ആ വഴിയിലൂടെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടന്ന ആ നടപടിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ്. അവിടെയാണ് നമുക്ക് സംശയം തോന്നുക. നോക്കൂ, ഖാർഗെയും അല്ലെങ്കിൽ മൻമോഹൻ സിംഗും, ഈവൻ മൻമോഹൻ സിംഗ് പോലും സോണിയാഗാന്ധിയുടെ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ അതിൽ നിരർത്ഥകമായിട്ടൊക്കെ സംസാരിച്ചു പോയിട്ടുണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. അത് വെറും പപ്പറ്റ്സ് ആണ്. അതെ. അപ്പോൾ തീർച്ചയായും ഒരു ശശി തരൂരിൽ ഒരു ദേശീയ നേതാവിനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യതയുള്ള ഒരാളെ, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരാളെ കാണുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ സംശയിക്കുന്ന, ഇത് പണ്ട് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് വിഷയത്തിൽ നടത്തിയിട്ടുള്ള മാസ്റ്റർ സ്ട്രൈക്ക് പോലെ ഇതൊരു BJPയുടെ മാസ്റ്റർ സ്ട്രൈക്ക് ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പണ്ട് ബംഗ്ലാദേശ് യുദ്ധകാലഘട്ടമായതുകൊണ്ടാണ് യുദ്ധത്തിൽ കൂടെ പറഞ്ഞു പോകുന്നത്. പണ്ട് ഈ ഖിന്നരായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളെ അടർത്തിയെടുത്ത് ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കിയതുപോലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിൻ്റെ കാഡേഴ്സും അല്ലെങ്കിൽ കോൺഗ്രസ് അണികളും ഖിന്നരാണ്. അതെ, തീർച്ചയായും ശക്തമായ പ്രതിപക്ഷമില്ല. അപ്പോൾ ശക്തമായ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ശക്തനായിട്ടുള്ളൊരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് കൂടെയാണ് ശശി തരൂർ. കാരണം
മോദിയുടെ എതിരെ വയ്ക്കാൻ പറ്റിയൊരു ഒരു വ്യക്തിത്വമാണോ രാഹുൽ ഗാന്ധിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യമായിട്ടെങ്കിലും കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കും അല്ല. തീർച്ചയായും ശശി തരൂർ എന്തുകൊണ്ട് യോഗ്യനാണ്? അതെ, ശശി തരൂർ യോഗ്യനായ ഒരാളാണ് തീർച്ചയായും. അപ്പോൾ ഈ കോൺഗ്രസിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസ് അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. ഒരു പക്ഷേ ശശി തരൂരിനെ അങ്ങ് അഴിച്ചുവിട്ട പോലെയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിനിടയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഘടിക്കാനുള്ള സാധ്യത അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? കോൺഗ്രസ് ഒരു വിഘടനം ഉണ്ടാകുമോ? നമ്മൾ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാരണം ഈ ഇര അതിന്റെ മാസ്റ്ററിനെ, അത് ചൂഷകനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി, അതുപോലെയാണ് കോൺഗ്രസിലെ അണികൾ. ദശാബ്ദങ്ങളായിട്ട് ഇവരുടെ ഈ കുടുംബാധിപത്യത്തിന്റെ അകത്ത് കിടന്നിട്ട്, കാരണം ഈ ഒരു കൃത്യമായിട്ട് പറഞ്ഞ ഒരു അടിമ ജീവിതമാണ്. പക്ഷെ കുറച്ചു പേരെങ്കിലും ശശി തരൂരിനെ പോലുള്ളവർ, ശശി തരൂരിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ അംഗീകരിക്കുകയും അത് ഒരു മാറ്റം വരണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു ചെറിയൊരു സ്പാർക്കായിട്ട് നമ്മൾ പറയില്ലേ, പ്രാഗിലെ വസന്തം, അതുപോലെ അറേബ്യൻ വസന്തം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതൊരു കോൺഗ്രസ് വസന്തമാവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായും ഇത് കോൺഗ്രസിന് നല്ലതാണ് എന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത്? കോൺഗ്രസിന് നല്ലതാണ്, തീർച്ചയായിട്ടും കോൺഗ്രസിന് നല്ലതാണ്. അത് ബി ജെ പിക്ക് ദോഷമാവോ, അല്ലെങ്കിൽ കോൺഗ്രസിന് നല്ലതാണോ, രാജ്യത്തിന് നല്ലതാണോ, ബി ജെ പിക്ക് ദോഷമാവോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ എപ്പോഴും ഈ പ്രതിപക്ഷ നേതാവായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ പെട്ടെന്ന് ശശി തരൂരിനെ പോലെ ഒരാളെ അംഗീകരിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാവേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അമരക്കാരനാവേണ്ടത് ആരുടെ ആവശ്യമാണ്? ബി ജെ പിയുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതെ അതെ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. പക്ഷെ ശക്തമായ ഒരു പ്രതിപക്ഷം ഒരു ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണെന്ന് വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചില വീടുകളിലൊക്കെ കയറുമ്പോൾ ഒട്ടിക്കാറില്ലേ, ചക്കുളത്തമ്മ ഈ വീട്ടിൻ്റെ ഐശ്വര്യം, അതുപോലെ ബി ജെ പി ഓഫീസുകളിൽ രാഹുൽ ഗാന്ധി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള എഴുതി വെക്കേണ്ട കാലം കഴിഞ്ഞ് നമ്മൾ തമാശയ്ക്ക് പറയും. പക്ഷെ അതിൽ കാര്യമില്ലാതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷമില്ല എന്ന് പലരും മുറവിളി കൂട്ടുന്നുണ്ട്. ഇപ്പം ഇന്ത്യ സഖ്യം ഉണ്ടാക്കി, പക്ഷെ അതും കൃത്യമായി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുമെന്ന് തോന്നുന്നില്ല. പലയിടത്തും ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഒന്നും ലീഡ് ചെയ്യാൻ കഴിയാത്ത ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്ക് പകരമായി ശശി തരൂരിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കോൺഗ്രസ് കാണിക്കുമോ എന്നുള്ളതാണ്. അതോ കുടുംബാധിപത്യം തന്നെ തുടരുമോ? കോൺഗ്രസ് കാണിച്ചില്ലെങ്കിൽ, ഇന്ത്യ സഖ്യം അത് കാണിച്ചില്ലെങ്കിൽ അത് അവരുടെ ഫെയ്റ്റായിട്ട് നമ്മൾ കണക്കിലാക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ വിഷമത്തിലാണ്. കാരണം ഇന്ത്യ സഖ്യത്തിൽ എത്രയോ പ്രഗത്ഭരായ നേതാക്കൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അവരുടെ ഒരു ഗതികേട് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ ചുരുങ്ങി കേരളത്തിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ജയിക്കണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വന്ന് മത്സരിക്കണം. കോൺഗ്രസിനെ ഇങ്ങറ്റമുള്ള ഒരു കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനത്തെ കൊണ്ട് മത്സരിപ്പിച്ച് ജയിക്കേണ്ട കെട്ടി നിർത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ വെറും 20 പാർലമെന്ററി സീറ്റ് മാത്രമുള്ള കേരളത്തിൽ വന്ന് അവരുടെ പാളയം, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കുമ്പോൾ അതൊരു ബുദ്ധിപരമായിട്ടുള്ള രീതിയാണെന്ന് നമ്മൾ സംശയിക്കണം. തീർച്ചയായും ശശി തരൂരിന് വലിയ സാധ്യതകളുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധ്യതകളുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് വേണ്ട രീതിയിൽ വിനിയോഗിക്കുമോ, അതോ കുടുംബാധിപത്യം തന്നെ തുടരുമോ? എങ്ങനെയാണോ ചിന്തിക്കുന്നത്? അത് കോൺഗ്രസ് നല്ല രീതിയിൽ വിനിയോഗിക്കാതിരിക്കുന്നതാണ് ബി ജെ പിക്ക് നല്ലത്. അപ്പോൾ തീർച്ചയായും ശശി തരൂരിനെ ചുറ്റിപ്പറ്റി വലിയ അഭ്യൂഹങ്ങൾ അടുത്ത കാലഘട്ടങ്ങളിലായി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അദ്ദേഹം വ്യക്തമായി പറയുന്നു, താൻ ദേശീയത, തൻ്റെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യേണ്ടത് തൻ്റെ ആവശ്യമാണ്. മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മുഖവുമാണ് ശശി തരൂർ. കാരണം ശശി തരൂരിന് രാജ്യാന്തര ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മുഖമാണ്. പണ്ട് വാജ്പേയി ഇതുപോലെ തന്നെ, കോൺഗ്രസിൻ്റെ കാലത്ത് വാജ്പേയി ഇതുപോലെ തന്നെ ഡെലിഗേഷൻ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നേരത്തെയൊക്കെ 1-2 തവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ശശി തരൂർ. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളെ അദ്ദേഹം ദേശീയതയുടെ പാതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അത് സംഖ്യയാകണമെന്നില്ല. ഒരു പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ നേരിടുമ്പോൾ, ഒരു യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയോ പറയുന്നതല്ല ശരി, രാജ്യത്തോടൊപ്പം നിൽക്കണമെന്നുള്ളതാണ് ശരിയെന്ന് പറഞ്ഞു തന്ന ശശി തരൂർ ആ കാര്യത്തിൽ ചെയ്തത് വലിയ നല്ല കാര്യം തന്നെയാണ്. ഇനി കോൺഗ്രസ് അദ്ദേഹത്തെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.